ദൈവവിശ്വസിക്കുന്ന ഉത്തരവാദിത്വം കർത്താവിനെ ആശ്രയിച്ചുകൊണ്ട് കർത്താവിന്റെ അനുഗ്രഹത്തിൽ കീഴിലുമായിരിക്കുവാൻ നമുക്ക് വേണ്ടി സമർപ്പിക്കാം. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക്
സമാധാനം നമ്മോടുകൂടെ. Be careful then how you live, not as unwise people but as wise, making the most of the time, because the days are evil. So do not be foolish but understand what the will of the Lord is. Do not get drunk with the wine, for that is debauchery, but be filled with the Spirit as you sing psalms and hymns and spiritual songs among yourselves, singing and making melody to the Lord in your hearts, giving thanks to God the Father at all times and for everything in the name of Lord Jesus Christ. Be subject to one another out of reverence for Christ. Wives, be subject to your husbands as you are to the Lord. For the husband is the head of the wife, just as Christ is the head of the church, and the body of which he is the Savior. Just as the church is subject to Christ, so also wives ought to be in everything to their husbands. Husbands, love your wives just as Christ loved the church and gave himself up for her in order to make her holy by cleansing her with the washing of water by the word, so as to present the church to himself in splendor, without a spot or wrinkle or anything of the kind. Yes, so that she may be holy and without blemish. In the same way, husbands should love their wives as they do their own bodies. He who loves his wife loves himself. For no one ever hates his own body, but he nourishes and tenderly cares for it, just as Christ does for the church, because we are members of his body. For this reason, a man will leave his father and mother and be joined to his wife, and the two will become one flesh. This is a great mystery, and I am applying it to Christ and the church. Each of you, however, should love his wife as himself, and a wife should respect her husband. Praise be to Christ our Lord. Hallelujah, hallelujah, hallelujah.
പറഞ്ഞ ഹൃദയകാഠിന്യം കൊണ്ടാണ് മോശം നിയമം നിങ്ങൾക്ക് വേണ്ടി എഴുതിയത്. എന്നാൽ സൃഷ്ടിക്കാരൻ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. മറിച്ച് ദൈവം തന്നെ സാക്ഷിയായതിനുള്ള കൂടിയുണ്ട്. വിവാഹമുള്ള ആകുദാശിയിൽ ഏറ്റവും പ്രധാന കാർമ്മികനെന്നുള്ളത് ദൈവം തന്നെയാണ്, വിശ്വ തന്നെയാണ്. ദൈവത്തിന്റെ ഹിതമനുസരിച്ച് ദൈവ പദ്ധതി അനുസരിച്ചാണ് ഇന്ന് ഈ മദർ ഓഫ് വിക്ടറി ചർച്ചിൽ പൗലും മനുവും ഈ ദിവസമായിരിക്കുവാൻ തീരുമാനമായത്. ദൈവത്തിന് നൽകിയ ഉത്തരവാദിത്വം ജീവിതത്തിലുടനീളം ദൈവത്തിന്റെ ആ ഉത്തരവാദിത്വം ദൗത്യമായിട്ട് തുടങ്ങുന്ന ദിവസമാണ് ഇന്ന്. അതിനാൽ നമുക്ക് പ്രത്യേകമായിട്ട് ഇവർക്ക് വേണ്ടി വിശുദ്ധ ബലി നമുക്ക് ഇവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മൾ ആരംഭിക്കുന്ന ഈ കുടുംബജീവിതത്തിൽ ഓരോ നിമിഷവും ദൈവത്തിന് വലിയൊരു പദ്ധതിയും ദൈവാനുഗ്രഹവും ദൈവ പരിപാലനയും പരിശുദ്ധാത്മാവിന്റെ സംരക്ഷണം എപ്പോഴും കൂടി ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. പ്രത്യേകമായിട്ട് 3 കാര്യങ്ങളാണ് നിങ്ങളുടെ ഓർമ്മയിൽ ഇന്ന് കൊണ്ടുവരേണ്ടത്. വിവാഹത്തിന് 3 പ്രാധാന്യങ്ങൾ: വിശ്വാസം, ക്ഷമ, വിശ്വസ്തത. വിശ്വാസവും ക്ഷമയും വിശ്വസ്തയുമാണ് നിങ്ങളുടെ കൂടെ നിന്ന് കൊണ്ട് നടക്കേണ്ടത്. വിശ്വാസം എന്നത് പരസ്പരമുള്ള വിശ്വാസവും ദൈവത്തിലുള്ള വിശ്വാസവുമാണ് എപ്പോഴും ഉണ്ടാകുന്നത്. പരസ്പരം വിശ്വസിച്ചും വിശ്വസ്തയോടും ജീവിക്കുമ്പോഴാണ് ദൈവത്തിന്റെ കൂടെ ഉണ്ടായിരിക്കുക. വിവാഹം എന്നുള്ളത് ഒരു പ്രത്യേകമായ ഉടമ്പടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന് പലപ്പോഴും കോൺട്രാക്റ്റുകളുണ്ട്. അത് കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ അത് കുറച്ച് കാലത്തേക്ക് മാത്രമുള്ളതാണ്. ദൈവത്തിൽ നൽകിയിരിക്കുന്നത് കോൺട്രാക്ട് അല്ല, ഇറ്റ്സ് എ കവനന്റ്, ഉടമ്പടി. ജീവിതത്തിലുടനീളം മണ്ഡപം നിങ്ങളെ കൂടി ആയതുകൊണ്ട് പരസ്പരം ക്ഷമിച്ച് സ്നേഹിച്ച് മനസ്സിലാക്കി ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ വഴിയിലൂടെ മുമ്പോട്ട് കടന്നു പോകുവാൻ, ഒപ്പം തന്നെ മറ്റുള്ളവർക്ക് മാതൃകയായിട്ട് തീരുക എന്നുള്ളതാണ്. ഈ വിശ്വാസത്തിന്റെ ജീവിതം ഉണ്ടാകുമ്പോൾ അവസാനം മുന്നോട്ട് പോകുവാൻ സാധിക്കും. രണ്ടാമത് ക്ഷമിക്കുക എന്നുള്ളതാണ്. ഇത് പലപ്പോഴും പരസ്പരം ചെറിയ കാര്യത്തിന്റെ പേരിൽ തുടർന്ന് വഴക്കുകൾ തുടരുന്നു. ചെറിയ നിസ്സാര കാര്യങ്ങൾ ക്ഷമിക്കുവാൻ സാധിക്കുന്നത് വരുമ്പോൾ അത് വലിയ പ്രശ്നങ്ങളായിട്ട് കുടുംബം തകർച്ചയിലേക്കും ഒക്കെ ഇത് പോകുന്നതാകാൻ സാധിക്കും. അപ്പൊ പരസ്പരം മനസ്സിലാക്കി ക്ഷമിച്ച് അംഗീകരിച്ചു പോകുമ്പോഴാണ് മുമ്പോട്ട് കടന്നു പോകുവാൻ സാധിക്കുകയുള്ളൂ. മൂന്നാമതായിട്ട് വിശ്വസ്തത. പരസ്പരം വിശ്വസ്തയോടുകൂടി ആയിരിക്കുക. പ്രത്യേകമായിട്ട് ഓരോ ദിവസവും ഓരോ നിമിഷവും ദൈവം നൽകുന്ന ഒരു പുതിയ ജീവിതമാണ് എന്ന് മനസ്സിലാക്കി പരസ്പര വിശ്വസ്തയോടുകൂടി പരസ്പരം ചേർത്ത് പിടിച്ചുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചു പോവുക എന്നുള്ളതാണ്. അതിലുപരി പ്രാർത്ഥന ചെയ്യുക. ഒരു കുടുംബം ഒത്തിരിയേറെ വസ്തുക്കൾ കൊണ്ട് അലങ്കാരപ്പെടുന്നുവെങ്കിലും അത് അനുഗ്രഹമായി ഐശ്വര്യമായി തീരുക ആ കുടുംബത്തിൽ പ്രാർത്ഥനയിൽ ജീവിക്കുമ്പോഴാണ് ആ കുടുംബം ഐശ്വര്യമായും അനുഗ്രഹമായും മാറുക. അവരെ നമുക്ക് ഒത്തിരിയേറെ അലങ്കാരപ്പെടുത്തി എടുക്കാൻ സാധിക്കും. പക്ഷെ അതിലൊക്കെ ഉപരി പ്രധാനമായുള്ളത് പ്രാർത്ഥന ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുക എന്നുള്ളതാണ്. അതുപോലെ രണ്ടാമതായിട്ട് കുടുംബത്തിൽ ഒത്തിരി സമ്പത്ത് അല്ല, ഉപരി ശാന്തതയാണ് ആവശ്യം. സമ്പത്ത് കൊണ്ട് മനുഷ്യർ ഒരിക്കലും പോലെ സമാധാനമായിട്ട് ജീവിക്കുവാൻ ഇത് സാധിക്കില്ല. മനുഷ്യ സമ്പത്ത് വർദ്ധിക്കുന്നതോറും അസ്വസ്ഥത കൂടിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ മനുഷ്യന്റെ ആവശ്യം എന്താണ്? സമാധാനവും ശാന്തതയുമാണ്. അത് കുടുംബത്തിൽ നിർത്തുമ്പോൾ മുൻപോട്ട് പോകുവാൻ സാധിക്കും. ഈ ഒരു വിശ്വാസത്തോടു കൂടി ജീവിതം തുടങ്ങുവാൻ സാധിക്കട്ടെ. നമുക്കൊരു നിമിഷം കൂടി പ്രാർത്ഥിക്കാം. ബലവനായ ഈശോ എന്ന ദൈവസന്നിധിയിൽ പൗലും മനുവും കടന്നു വന്നിരിക്കുകയാണ്. ഇവിടെ മാതാപിതാക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്, എല്ലാവരും ഉണ്ട്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. ഇനിവരെ ആരംഭിക്കുവാൻ പോകുന്ന ഈ കുടുംബ ജീവിതം ഒരു വെല്ലുവിളി നിറഞ്ഞ ജീവിതം തന്നെയാണ്. ഒത്തിരി ചലഞ്ചസ് ജീവിതത്തിലുണ്ടാകും, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഒക്കെ ഉണ്ടാകും. പക്ഷെ അതൊക്കെ തരണം ചെയ്തു പോകുവാൻ സാധിക്കണമെങ്കിൽ ദൈവത്തിന് അപരിമേയമായ ഒരു അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ നിങ്ങൾ കൂടി എന്നും ഉണ്ടായിരിക്കും. പരിശുദ്ധ അമ്മയെ കൂടി പിടിച്ചുകൊണ്ട് എപ്രകാരം ജപമാല മണികൾ ചേർന്നിരിക്കുന്നുവോ അതൊരിക്കലും പൊട്ടിപ്പോകുന്നില്ല. പക്ഷേ നമ്മുടെ ജീവിതത്തിലും പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാലയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മ ഒരു കോട്ടയായി, സംരക്ഷണമായി, സങ്കേതമായി നിങ്ങൾ കൂടെ എന്നും ഉണ്ടാകും. ജീവിതത്തിലും മുന്നോട്ടുള്ള കുടുംബ ജീവിതത്തിലും ആ പരിശുദ്ധ അമ്മയുടെ കരുതൽ എപ്പോഴും ഉണ്ടാകും. ബലവനായ ജീവിതങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.
നമുക്കെല്ലാവർക്കും സന്തോഷവും ഭക്തിയോടും കൂടെ നിന്ന് വിവാഹം ഉദാശയോടെ ബന്ധുരാകുന്നവർക്ക് വേണ്ടി കർത്താവേ ദമ്പതികളുടെ മേൽ കൃപയുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കാം. സ്വജീവൻ അർപ്പിച്ച സ്വർഗീയ മണവാളം പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ത്യാഗപൂർണ്ണമായ ജീവിതം നയിക്കുവാൻ ആത്മീയവിരുദ്ധനായ സകലതയും ക്ഷണിക്കുന്ന മിശിഹായി നിന്റെ പ്രമാണങ്ങളെ ക്ഷണിച്ച് മാതൃകാപരമായ കുടുംബജീവിതം നയിച്ച് സ്വർഗീയ വീട്ടിൽ പങ്കുകാരാകുവാൻ പഠിപ്പിച്ച മിശിഹായി പരസ്പര വിശ്വാസത്തോടുകൂടി സന്തോഷപ്രദമായ ദാമ്പത്യ ജീവിതം നയിക്കുവാൻ നിന്റെ സഹായത്തിൽ ആശ്രയിച്ചും ദിവ്യ സാന്നിധ്യം അനുഭവിച്ചും പ്രാർത്ഥനായി ജീവിക്കുവാൻ എല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും മുതലും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വധൂവരന്മാരെ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി ആർക്കും ചെയ്തു വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തി സമാധാനം ഇവരെ നിറയ്ക്കുകയും വൃദ്ധാസനത്തിൽ വാർത്ത ചിത്രീകരിക്കുന്ന നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെ കുടുംബാംഗങ്ങളെയും മിത്രകർമ്മത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ദൈവം. ഈ കുദാശ രോഗികളെ പരികർമ്മം ചെയ്യുന്നതിന് പുരോഗതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടി നിന്ന് മൗനമായി പ്രാർത്ഥിക്കാം. അങ്ങയുടെ കൃപാവനം സമൃദ്ധമായി എന്നിൽ ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ദൈവം. അനുസരിച്ച് സ്വന്തമായ മനസ്സോടെ പൂർണ്ണസമ്മതത്തോടുകൂടി അറിവിനെ നിരമാനിയായി സ്വീകരിക്കുന്നു. നിയമവും തിരുസഭാങ്ങളുടെയും അനുസരിച്ച് സ്വന്തമായ മനസ്സോടെ പൂർണ്ണതയെ സമ്മതത്തോടുകൂടി പൗരനെ നിരഭാവം സ്വീകരിക്കുന്നു.
വിവാഹമുള്ളവർക്ക് സാക്ഷികളാണ്. നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളം പരസ്പരം വലുതിന് ചേർത്ത് വയ്ക്കുക. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടെ കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ ഈശ്വരനെ വിവാഹത്തിൽ ബന്ധിപ്പിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വിശ്വാസത്തിലും സ്നേഹത്തിലും മതപരമായ താങ്ങി ദയാപൂർവ്വം ആശീർവദിക്കണം. ഐക്യത്തിൽ പ്രതീകമായി താങ്ങി അഭ്യർത്ഥ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസതയിലൂടെ ബന്ധിപ്പിക്കുമാറാകട്ടെ. ജീവിതത്തിലുള്ള സന്ദേശം സഹിക്കുവാൻ ഇഷ്ടമനുസരിച്ച് ജീവിക്കുവാൻ ഉദരമായ കുരിശ് ഒരു ചട്ടമുണ്ടെങ്കിൽ കുരിശുയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. ആമേൻ. ആശീർവദിക്കണം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. ഈ മന്ത്രം കൂടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണം പരസ്പര സ്നേഹവും വഴി പരിശുദ്ധ സഭയിൽ മോഹത്തിന്റെ വസ്ത്രത്തിൽ ലോകത്തിൽ സ്വർഗത്തിൽ മോഹത്തിന്റെ വസ്ത്രമണിയുക ഇവരെ യോഗ്യരാക്കുകയും ചെയ്യട്ടെ.
ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശുദ്ധിയോടുകൂടി ഏക മനസ്സായി ജീവിച്ചുകൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സർവശക്തനായ ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതിസമുദ്രത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാൽ നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസ്സായുഷനായിപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലുള്ള പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുവാനും അവരെ വിശുദ്ധിയുടെ മാർഗ്ഗിക്കുവാനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. ഞങ്ങൾ വിശ്വസിക്കുന്നു. സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിന് പേർപ്പെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുകയും വിശ്വാസത്തോടും കൂടി പരിഗണന ചെയ്യുവാൻ ശുദ്ധരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു.
നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ മനസ്സിനെ എല്ലാ അശുദ്ധിയിലും ദുഷ്ടതയിലും അസൂയയിലും വഞ്ചനയിലും വിദ്വേഷത്തിലും നിന്നും വിമുക്തമാക്കണമേ. അങ്ങയുടെ കരുണയാൽ തമ്മിലും മറ്റെല്ലാവരോടും സ്നേഹവും ഐക്യവും ഞങ്ങളിൽ ഉളവാക്കണമേ. വിശുദ്ധവും സജീവവുമായ ഈ തിരുക്കർമ്മം പ്രത്യാശാപൂർവം അനുഷ്ഠിക്കാൻ ഞങ്ങൾക്ക് ആത്മധൈര്യം നൽകുകയും ചെയ്യണമേ. നാഥനായ ഏകവചനത്തിൽ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായി സ്മരണ സ്തുതിഗീതങ്ങൾ പാടുന്നു. സ്തുതിഗീതങ്ങൾ പാടുന്നു. സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിവരും ബലഹീനരുമായ ദാസൻ നിങ്ങൾക്ക് വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകും. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. പാനം ചെയ്യുവിൻ.